കുട്ടിക്കളി കളിക്കാം. ഹലോ, പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. മുഴുവൻ ആളുകളും അബുദാബി വിഷൻ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള നമ്മുടെ പ്രശസ്തനായ നമ്മുടെ സിനിമാ നടൻ ഉണ്ണിനായർക്ക് ജന്മനാടിന്റെ ഒരു ആദരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രത്യേകമായി ജൂറി പുരസ്കാരം നേടിയ മഹൽ എന്ന സിനിമ, അതിന്റെ തിരക്കഥാകൃത്ത് നമ്മുടെ നാട്ടിലെ ആള് ഡോക്ടർ ഹാരിസ്, അതിന്റെ സംവിധായകനും നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള നാസർ ഇരുമ്പിളിയം എന്ന് പറയുന്നത്, അദ്ദേഹത്തെയും ഇവിടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന ഡോക്ടർ മുജീബ് സാർ, ബാക്കി സക്കരിയ, അഡ്വക്കേറ്റ് ടി കെ സൈദാലിക്ക, ലത്തീഫ്ക, ബാക്കി മുനവർ, നമ്മളെ ബഷീർ പാർക്കല്, മുഴുവൻ ആളുകളെയും പേരെടുത്ത് പറയുന്നില്ല. ഈ വെളിയ വേളയിൽ ഒറ്റ വാക്കിൽ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ടി പി അബ്ദുൽ ഉദ്ദേശിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ നാടിൻ്റെ ഒരു മഹാ അത്ഭുതമായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിക്ക്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമ്മളോടൊപ്പം കളിച്ചു വളർന്ന് കുറേ ആളുകൾ ഉണ്ണിയേറ്റം ഇങ്ങനെയൊക്കെ എത്തും എന്നാരും കരുതിയിരുന്നില്ല. അതൊരു പല രൂപത്തിലും അദ്ദേഹത്തെ ധർമ്മം കൊണ്ടൊക്കെ കളിയാക്കിയപ്പോഴും ഞങ്ങളൊക്കെ പറഞ്ഞ അന്നും ഉണ്ണിക്ക് വലിയൊരു ഭാവിയുണ്ട്, ഉണ്ണി സിനിമയിലൊക്കെ എവിടെയൊക്കെ എത്തിപ്പെടും, ഉണ്ണിയുടെയും വലിയൊരു ആഗ്രഹമായിരുന്നതൊക്കെ ഉണ്ണി പലപ്പോഴും എന്നോടും നമ്മളെ ഹമീദിനോടൊക്കെ, ഹമീദ് പണ്ഡിസിനോടൊക്കെ പലപ്പോഴും പറയാറുണ്ട്, എടാ നമ്മളെ എവിടെയും എത്തും ഞാൻ എന്നൊക്കെ. ഏതായാലും അദ്ദേഹത്തിന് എത്തി. അദ്ദേഹത്തിന് ഈ അവാർഡൊരു ചെറിയ അവാർഡായിട്ട് നമുക്ക് കരുതേണ്ട ആവശ്യമില്ല. ഇനി അദ്ദേഹത്തിന് കേരള സ്റ്റേറ്റിലെ ഏറ്റവും നല്ല നടക്കുന്ന അവാർഡും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ദേശീയ അവാർഡടക്കം കിട്ടാനുള്ള പല ചാൻസുകളുണ്ട്. അതിൽ നിന്ന് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരനും എൻ്റെ കുടുംബക്കാരനുമായ എൻ്റെ ഡോക്ടർക്കും ഈ നമ്മുടെ സംവിധായകൻ നാസറൊക്കെ നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ കൂടെയുള്ള ആളുകളാണ്. നാസറൊക്കെ ഒരു നല്ല സിനിമ സംവിധാനം ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് നമുക്ക് വളരെ സന്തോഷിക്കാനുള്ള ഭാഗമുണ്ട്. പ്രത്യേകിച്ച് പാണ്ഡ്യശാലക്കാർക്ക് അഭിമാനപൂർവ്വം പറയാം, ഇതിൽ രണ്ട് വ്യക്തികൾ ഞങ്ങളുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. ഒന്ന് ഞങ്ങളുടെ ഉണ്ണിയായരും ഒന്ന് ഞങ്ങളുടെ ഡോക്ടറും. സ്ക്രിപ്റ്റ് റൈറ്ററായ ഡോക്ടർ നമ്മുടെ നാട്ടുകാരൻ, നമ്മുടെ പാണ്ഡ്യശാലക്കാരെ അറിയാം. നമ്മുടെ മാമാന്ന് നമ്മളെ ഡോക്ടർ വല്ലിപ്പാരെ വിളിച്ചിട്ടുണ്ട്. മാമാടെ മകൻ്റെ കുട്ടി, അതായത് കുഞ്ഞുമോൻ്റെ കുട്ടിയാണ്. അതൊക്കെ നമുക്ക് വളരെ അഭിമാനം ഉള്ളൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം നാസർ നമ്മളോടൊപ്പം ചെറുപ്പത്തിലെ ഈ ഭാഗത്തൊക്കെ ഈ ചാനലുകളിലോ മറ്റോ പ്രവർത്തിച്ച് വലിയ ഒരാളായി തീർന്നതാണ്. എന്നാൽ ഈ ചടങ്ങിന് കൂടുതൽ ഞാൻ നീട്ടി പറയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ മുജീബ് സാറിൻ്റെ ഉദ്ഘാടനം
അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉണ്ണിനാർക്ക് ആ ബഹുമതി കൊടുക്കുക. അതിനുശേഷം ഓരോ ആളുകളും ഇതിൽ വേണ്ട രീതിയിലൊക്കെ സഹകരിക്കുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇതിൽ ആരുടെ പേരെടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ലപ്പോൾ സമയമില്ല. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഡോക്ടർ എൻ.എം. മുജീബിനെ വിളിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് സീതാലക്കുഞ്ഞി, സക്കറിയ തുടങ്ങി നാട്ടിലെ എല്ലാവരെയും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ നമ്മുടെ അവാർഡ് നൽകുന്ന ഉണ്ണിനായർ, ഈ സിനിമയുടെ സംവിധായകൻ പ്രിയ സുഹൃത്ത് നാസറിൻ്റെയും ഡോക്ടർ ഹാരിസ്, സിനിമയുടെ പ്രവർത്തകരായ മുനവർ തുടങ്ങി എല്ലാവരെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. സിനിമയുടെ പിന്നിൽ സിനിമ കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഇതിൻ്റെ പ്രിവ്യൂ എന്ന നിലയിൽ നല്ല ഒരു സിനിമ അന്ന് ഇറങ്ങിയല്ല അവിടെ കൂടിയിരുന്ന എല്ലാവരും ഈ സിനിമയെ കുറിച്ച്, കാരണം അത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു പ്രായമായ ഒരു മനുഷ്യന്റെ, നമ്മളൊക്കെ വീടിൽ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടെയാണ്. പ്രായമായ മാതാപിതാക്കളുള്ള ആളുകൾ, പ്രത്യേകിച്ച് വിഭാര്യനായിട്ട് ഭാര്യ നഷ്ടപ്പെട്ട പ്രായമായി ബോധം കൂടെ, അതായത് നമ്മളെ പ്രായത്തിൽ ചെന്നി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു അസുഖം, എന്താണ് പറയുന്നതെന്നൊക്കെ മനസ്സിലാക്കാത്ത അത് ഉണ്ണിയേട്ടൻ എത്ര മനോഹരമായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് എന്ന് ആ സിനിമ കണ്ടിറങ്ങി എല്ലാവർക്കും മനസ്സിലാക്കും. ഉണ്ണിയേട്ടൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുകയാണ്. നമ്മുടെ ചായക്കടകളിലും നമ്മുടെ കൂടെയും നമ്മളോടൊക്കെ തമാശയും സംസാരം ഒക്കെ പറഞ്ഞിരിക്കുന്ന ഉണ്ണിയേട്ടനാണ്, നമുക്കൊക്കെ അറിയുന്നൊരു ഉണ്ണിയേട്ടനാണ് ആ സ്ക്രീനിലുള്ളത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ശരിക്കും ആ നടനായിട്ട് അങ്ങോട്ട് പുനർജനിച്ചിരിക്കുകയാണ്. ഒരു പുതിയ ഒരു മനുഷ്യനായിട്ട് ആ സിനിമയിൽ അങ്ങോട്ട് ജനിച്ചിരിക്കുകയാണ് ഉണ്ണിയേട്ടൻ. അത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. നമ്മുടെയൊക്കെ കൂടെയുള്ള ഒരാള് ഇങ്ങനെ, സത്യത്തിൽ ആ സിനിമ എന്ന് പറഞ്ഞാൽ ഉണ്ണിയേട്ടന്റെ സിനിമയാണ്, നാസറിന്റെ സിനിമയാണെന്നാണ് നമുക്ക് ഒരു ഡയറക്ടറുടെ സിനിമയാണ്. കാരണം നാസർ ഈ സിനിമയുമായി ബന്ധപ്പെടുന്നത് തൊട്ട് എനിക്കറിയാവുന്നതാണ്. നാസറിന് സിനിമ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് വേറെ പല ജോലികളൊക്കെ ചെയ്യുമ്പോഴൊക്കെ അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് ഈ ഒരു സിനിമ എന്ന് തന്നെയായിരുന്നു. അത് ഏറെ കഷ്ടപ്പെട്ടാണ് ഡോക്ടർ ഹാരിസിനെ പോലെയുള്ളവരുടെയൊക്കെ കൂടെ നിന്നുകൊണ്ട് ഏറെ ബുദ്ധിമുട്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഈ സിനിമ പുറത്തു വന്നിട്ടുള്ളത്. ഇനി അത് സിനിമ റിലീസ് ചെയ്യാനുണ്ട്. എല്ലാവരെയും ആ സിനിമയുടെ പ്രവർത്തകരെ, ഉണ്ണിനായരെ, നാസറിനെ, ഡോക്ടർ ഹാരിസിനെ ഇത്തരം ഒരു ആദരം സ്വന്തം നാട്ടില് കൊടുക്കും. പേടിക്കാതെ ഒരു മിനിറ്റ്. സാർ സ്വീകരിച്ചു. ഈ സിനിമയുടെ സംവിധായകൻ എൻ്റെ പ്രിയ സുഹൃത്ത് നാസർ എരുപ്രിയത്തിലെ പാറക്കൽ ബഷീർ സമ്മാനം നൽകുന്നതാണ്. അടുത്തതായിട്ട് രണ്ട് വാക്ക് നാസർ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള തീർച്ചയായും വിഷൻ സംഘടിപ്പിച്ച ഈ ചടങ്ങ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ചടങ്ങ്. നമ്മുടെ നാട്ടിൽ നിന്ന്
വിവിധ തരത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. തീർച്ചയായും അത് പ്രശംസനീയമാണ്. അത്തരം ആളുകളെ നന്നായി പ്രോത്സാഹിപ്പിക്കായി. അതുപോലെ നല്ല ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നത്. ഉണ്ണിയെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ ആരിസായാലും നാസറായാലുമല്ല, കല ജന്മസിദ്ധമാണ്. ആ ജന്മസിദ്ധമായ കഴിവിനെ ഡെവലപ്പ് ചെയ്യുക എന്ന നല്ല പരിശ്രമമാണ് നടത്തിയത്. നമുക്കറിയാം ഉണ്ണിയാരെ അല്ലെ, ആളുകളൊക്കെ ഇങ്ങനെ നോക്കിക്കാണുന്ന ഇപ്പോ എല്ലാവരും വളരെ ആശ്ചര്യത്തോടുകൂടി അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുക. എങ്ങനെ അദ്ദേഹം സിനിമയിൽ വന്നു അല്ലെ, ആ ആധാരഭംഗിയും ആ സൗന്ദര്യവും എല്ലാം മുഖ്യതങ്ങി ഒരു സിനിമക്ക് ആവശ്യമായ ഇതെല്ലാം ഉണ്ണിനായർക്കുണ്ട് എന്ന് തെളിയിക്കുകയാണ് കുറച്ചു കാലങ്ങളായി ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കുഞ്ഞിൻ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ആ സിനിമയുടെ കഥാപാത്രത്തെ എനിക്ക് വർണ്ണിക്കാൻ കഴിയില്ല. ഞാൻ ആ സിനിമ കണ്ടിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ സംസാരിക്കേണ്ടതുകൊണ്ട് ഞാൻ ആ സിനിമ കണ്ടു. ആ സിനിമയെ സംബന്ധിച്ച് KBS കോളേജിന്റെ പ്രചോദനമാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഉണ്ണിനായരെയും അതുപോലെ തന്നെ നാസറിനെയും ഹാരിസിനെയും എല്ലാം ഈ വേളയിൽ അഭിനന്ദനത്തിന്റെ പുച്ഛങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. അടുത്തായിട്ട് ബഷീർ പാർക്കൽ. ഈ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട വിശുദ്ധ ഡോക്ടർ, വേദിയിലുള്ള സക്കറിയ, അഡ്വക്കേറ്റ് DK സുനാലിക്കുട്ടി, അബ്ദുൽ അസീസ്, നാസർ, ഡോക്ടർ ഹാരിസ്, DP അബ്ദുൽ, പ്രിയപ്പെട്ട നമ്മുടെ പകുതി ഉണ്ണിയായം ഉൾപ്പെടെയുള്ള ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള അബുദാബി വിഷൻ എന്ന കൂട്ടായ്മയുടെ സഹപ്രവർത്തകരെ, ഇക്കഴിഞ്ഞ 10ാം തരവും +2ലും ഉന്നത മാർക്ക് കരസ്ഥമാക്കി വിജയിച്ച പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അബുദാബി വിഷൻ ഏകദേശം 130ഓളം ഇവിടുത്തെ ചെറുപ്പക്കാരെ ഉള്ള ഒരു കൂട്ടായ്മ. ആ വാട്സപ്പ് കൂട്ടായ്മ അതിന്റെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പ്രദേശത്തെ നിരവധി വിഷയങ്ങളിൽ ഇടപെടുകയും ആവശ്യമായ ക്ഷേമ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു കൂട്ടായ്മയാണ്. ഏറ്റവും നിരവധി കോടികളെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പാവപ്പെട്ടവരുടെ വീട് നിർമ്മാണത്തിന് സഹായം നൽകാൻ സാധിച്ചിട്ടുണ്ട്. പൊതുകാര്യങ്ങളിൽ ഉപകാരപ്പെടുന്ന കഴിഞ്ഞ കോവിഡ് കാലത്ത് അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിന്റെ കാലങ്ങളിലൊക്കെ ആ കൂട്ടായ്മയിൽ നിന്നുള്ള പ്രവർത്തകർ വളരെ സജീവമായി ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മ. അതിന്റെ ആധിപത്യത്തിലാണ് ഇപ്പോൾ ഉണ്ണിനായർ നമുക്ക് ഉണ്ണിയേട്ടൻ, പ്രബലം ഉണ്ണിയേട്ടൻ, ഉണ്ണി, കാരണം നമ്മുടെ നാട്ടുകാരാണ്. ഈ ഫിലിം ക്രിറ്റിക്സിന്റെ പ്രത്യേക ജൂറി അവാർഡ് അത്ര ചെറുതല്ല, നമ്മളതിനെ ചെറുതായി കാണണ്ട. അത് കേരള ഫിലിം ഇൻഡസ്ട്രിയിൽ സംസ്ഥാന ഫിലിം അവാർഡ് കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തിലെ 2ാമത്തെ വലിയ അവാർഡാണ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എന്ന് പറയുന്നത്. സിനിമകളെ ക്ഷണിക്കുന്നു, പ്രത്യേക ജൂറികളെ സിനിമ കാണുന്നു, എന്നിട്ടാണ് ആ അവാർഡ് നിശ്ചയിക്കുന്നത്. അത് ചെറുതല്ല, വളരെ നല്ല പ്രഗത്ഭരായ ആളുകളാണ് ആ അവാർഡ് ജൂറി അംഗങ്ങളായിട്ടുള്ളത്. അതിനകത്ത് പ്രത്യേക പരാമർശമാണ്. എനിക്ക് തോന്നുന്നു ഉണ്ണിനായരുടെ കൂടെ ബാബു നമ്പൂതിരി കൂടി പ്രത്യേക പരാമർശത്തിന് വിധേയമായിട്ടുണ്ട്. പ്രത്യേക അവാർഡ് മറ്റൊരു സിനിമയിൽ മഹൽ എന്ന സിനിമയിലാണ് ഉണ്ണിനായരുടെ പ്രത്യേക പരാമർശം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ നാസറിന്റെയും ഡോക്ടർ ഹാരിസും ഒക്കെ അവർ നമ്മുടെ നാട്ടുകാരാണ്. അവരുടെ ആദ്യത്തെ ഉദ്യമമാണ് ഈ മഹൽ എന്ന പട്ടം. ഡോക്ടർ മുജീബ് അവരുടെ ഈ സിനിമയുടെ റിവ്യൂ കാണുകയുണ്ട്, എറണാകുളത്ത് പരാമർശിച്ചു. ഞാൻ അറിയാൻ സാധിച്ചത് പുറത്തു കിടന്ന്
ഉണ്ണിനായരെ വളരെ ആശ്ലേഷിക്കുകയുണ്ടായി. കാരണം അത്രയും നല്ല പെർഫോമൻസാണ് അതിനകത്തുള്ളത് എന്ന് തീർച്ചയായിട്ടും അതിൻ്റെ റിലീസിങ്ങിൽ നമുക്കെല്ലാവർക്കും അത് കാണാം. ഉണ്ണിനായരുടെ കൂടുതൽ ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ, ഇനിയും കൂടുതൽ അവാർഡുകൾ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കുട്ടികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രസക്തിയുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങൾ 10ാം തരത്തിലും +2 വിജയിച്ച കുട്ടികളുടെ പഠനം ഇന്നതൊരു വിഷയമാണ്. എനിക്ക് അബുദാബി മിഷന്റെ സഹപ്രവർത്തകരോട് ഒരു മോട്ടിവേഷൻ ക്ലാസ് നമുക്ക് സംഘടിപ്പിക്കണം. ഇവർക്ക് വേണ്ടി വിദ്യാഭ്യാസത്തോട് ഇവിടുത്തെ യൂത്ത്സ്, ഇവിടുത്തെ കുട്ടികളെ കുറേയുണ്ട്. കുട്ടികൾക്ക് രക്ഷിതാക്കളുമായി വരേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഇവിടെ തരുന്ന ഒരു ഷീൽഡ് അത് നിങ്ങൾക്കുള്ളൊരു വലിയൊരു പ്രചോദനമാണ്. ഇവരുടെ ഇടയിൽ നിന്നുള്ള നാട്ടുകാരുടെ വലിയൊരു അംഗീകാരമായിട്ട് നിങ്ങൾ ഈ ഷീൽഡിനെ കരുതണം. തുടർന്നുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് നിങ്ങളുടെ തുടർ പഠനങ്ങളിൽ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അബുദാബി കൂട്ടായ്മയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവിധ സഹായങ്ങളും അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന ഒരു ഉറപ്പും ഈ അവസരത്തിൽ നൽകിക്കൊണ്ട് എല്ലാവർക്കും ഭാവുകങ്ങളും വിജയാശംസ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ അഭിമാനത്തോടു കൂടി കാരണം ഇവിടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, പരസ്പരം പേര് വിളിക്കാവുന്ന ഒരാൾ, അദ്ദേഹത്തിന് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഫിലിം സ്ക്രിപ്റ്റ് അവാർഡ് ലഭിച്ചു എന്നാണ് ഞാൻ പത്രക്കാര ഇന്ന് തന്നെ ഞാൻ വളരെയധികം അഭിമാനവും സന്തോഷമൊക്കെ ഉണ്ട്. മഹൽ എന്ന ചിത്രം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ആധികാരികമായി പറയാൻ എനിക്ക് കഴിയുകയില്ല. പക്ഷെ ഒന്നുണ്ട്, ഇത് ഈ കാലം തെറ്റി പൂക്കുന്ന ചില പുസ്തകങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വളരെ കാലം മുമ്പ് തന്നെ മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നടന്മാരിൽ ഒരാളായി ആകാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരാളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്കത് മനസ്സിലായി. ഇത് ഉണ്ണിയുടെ മാത്രം വിജയമല്ല, ഇത് നമ്മുടെ മലയാള സിനിമയുടെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. സിനിമ എന്ന് പറയുന്ന മേഖല ഒരു വരേണ്യ വർഗത്തിൻ്റെ കയ്യിലങ്ങനെ എഴുത്തുകൊണ്ടുണ്ടായിരുന്നൊരു സാധനമാണ്. അതിലെത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വളാഞ്ചേരിക്കാരൊരു മുസ്തഫ, സെക്രിയാക്ക് ഓർമ്മയുണ്ടോയെങ്കിൽ അദ്ദേഹം ദിലീപ്, അദ്ദേഹം സിനിമ അഭിനയിക്കാൻ വേണ്ടി മദ്രാസിൽ പോവുകയും വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചതിന് ശേഷം അവസാനം നാട്ടിൽ തിരിച്ചെത്തുകയും ചെയ്ത ഒരനുഭവം. ഇപ്പോൾ അവിടുന്നെല്ലാം കാലം മാറി. ഇപ്പോൾ സിനിമ എടുക്കാൻ പ്രത്യേകിച്ച് ഒരു വലിയ പേരോ പെരുമയൊന്നും ആവശ്യമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പുതിയ ചെറുപ്പക്കാരുടെ രണ്ടുപേരെയും എനിക്ക് പരിചയമില്ല, ഞാൻ ഇപ്പോഴാണ് ആദ്യം കാണുന്നത്. ഈ സംരംഭത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ പഴയ പല സംവിധായകരും സത്യം പറഞ്ഞാൽ വെച്ച് പിന്നാക്കം നിൽക്കുകയാണ്. വളരെ പരസ്യമായി തന്നെ അത് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവരുമായി മത്സരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. അന്നാള് സത്യനാന്തിക്കാരുടെ മറ്റൊരു ലേഖനം വായിച്ചപ്പോൾ അദ്ദേഹം അതേ അർത്ഥത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു, ഈ കാലഘട്ടത്തിൽ ഒരു സിനിമ എടുക്കാൻ കഴിയുമോ. അപ്പം സിനിമ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഭാഷ വേണമെന്നോ പ്രത്യേകിച്ച് രീതി വേണമെന്നോ ഇല്ല. ഇപ്പം നമ്മൾ നൈജീരിയ സിനിമയെ പറ്റി പറഞ്ഞു, അതുപോലെ ഒരുപാട് സിനിമകൾ. സിനിമയുടെ ഭാഷ തന്നെ നിങ്ങൾ നോക്കും. അടുത്തൊരു 10 കൊല്ലം മുമ്പ് വരെ സിനിമയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ വള്ളുവനാട് പ്രദേശത്തെ ഒരു പ്രത്യേക തരം ഭാഷ ഉപയോഗിച്ചാലേ സിനിമയാവുന്നു
എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അല്ലെങ്കിൽ കോട്ടയം ദേശത്ത് കോട്ടയം ഭാഗത്ത് ഈ രണ്ട് ഭാഷകളാണ് നമ്മളെ ഏകദേശം മലയാള സിനിമയുടെ ഭാഷയായി നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് പറയണം, അങ്ങനെയാണ് രീതി. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് വരുന്ന സിനിമകളിൽ പലതും കാസർഗോഡുകാരും കണ്ണൂർക്കാരും മലപ്പുറംകാരും ഒക്കെ അവരുടെ തനതായ ഭാഷ അതുപോലെ പറയുകയും അത് ജനങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് അവിടെയാണ് ഉണ്ണിനാരുടെ സാധാരണക്കാരനായ മനുഷ്യരിൽപ്പെട്ട ഒരാളുടെ ചിത്രം അതേപോലെ ആലേഖനം ചെയ്യാൻ ഉണ്ണി ഞാനും നിർമ്മിച്ചു ഇവിടെ മുന്നിൽ പ്രവർത്തിക്കേണ്ടത്. ഈ സിനിമാക്കാരൊക്കെ ഉണ്ണിയുടെ കഴിവ് കണ്ടറിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പ്രിയപ്പെട്ട പാണ്ഡ്യക്കാരും അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടറിഞ്ഞുകൊണ്ടാണ് നിക്നെയിം ഇടാൻ പ്രശസ്തിയുള്ള പാണ്ഡ്യക്കാര് നമുക്ക് കപ്പാസിറ്റി ഉണ്ണി എന്നാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. അത്രയും കപ്പാസിറ്റി ഉണ്ണി കിട്ടുന്നത് അന്ന് 50 കൊല്ലം മുമ്പേ ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോ അതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് ഞാൻ കൂടി ഈ 50 കൊല്ലം ഞങ്ങള് ഒരുപാട് കാരണം ഞാൻ SLC കഴിഞ്ഞ് കോളേജിൽ പോയി തിരുവങ്ങാടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മുന്നിലുണ്ടാവും. ഞങ്ങൾ വൈകുന്നേരമാകുമ്പോൾ ഞങ്ങൾക്കൊക്കെയുള്ള നേരം പോക്കായിരുന്നു. ഉണ്ണിയുടെ ജീവിതസംഖ്യ കണ്ടെത്തിയ ഇവിടുന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീലേഖയുടെ മകളാണ് കിട്ടിയത്. അതിന് കാരണം ഇവിടുന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ കാരണം പറഞ്ഞോ, എന്തായാലും ഞങ്ങളതില് ആരും അറിയാത്ത വേറെ രഹസ്യം കൊടുത്ത് ഒഴിവാക്കാൻ പോകുന്നില്ല. അതവരുടെ സസ്പെൻഷൻ നിന്നോട്ടെ. ഉണ്ണിക്കും എനിക്ക് മാത്രം അറിയാത്തൊരു കാര്യമായിട്ടാണ് നിൽക്കുകയാണ്. എന്തായാലും ഒരു നിമിത്തം പോലെ തന്നെ ഈ സ്ഥലത്ത് ഉണ്ണി ഞങ്ങളുടെ കപ്പാസിറ്റി ഉണ്ണിക്ക് ഉണ്ണിയാണെന്നുള്ള ബഹുമതിയോട് കൂടി അനുമോദിക്കേണ്ട ഒരു നിമിത്തം വന്നതിൽ അത്യായിട്ട് ഞാൻ സന്തോഷിക്കുന്നു. അതിന് നിമിത്തമായ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സന്തോഷം. മുനവർ പാർലമെന്റ് അദ്ദേഹം ആശംസ പ്രസംഗം നടത്തും. അദ്ദേഹം നമ്മുടെ ഷാർജ പുസ്തകങ്ങളിലൊക്കെ വലിയ പങ്കുവഹിച്ച ആളാണ്. അദ്ദേഹത്തിനെ ആശംസ പ്രസംഗിച്ചത്. വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്യരായ കുട്ടികൾ, സഹോദരി സഹോദരന്മാർ, രണ്ട് അനുമോദന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇവിടെ തന്നെ നമ്മുടെ നാട്ടിലെ അലങ്കാരമായ ഉണ്ണിയേറ്റുള്ള അവാർഡ്, അതേപോലെ തന്നെ 10ാം ക്ലാസ് +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളാണ്. നമ്മുടെ നാട് മുമ്പ് സിനിമാ ലോകത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ സംവിധായകരും തിരക്കഥാകൃത്തുകളും നടന്മാരും ഒക്കെ ആയി നമ്മുടെ നാടും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും, എഴുത്ത് മേഖലയിലും എല്ലാ മേഖലയിലും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സാന്നിധ്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിന് പ്രോത്സാഹനം ചെയ്യാനുള്ള നല്ലൊരു നിങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആശ്വാസം. ഇത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്. ഈ നന്മകൾ, ഈ സ്നേഹം, ഈ +2 ഉന്നത വിജയം നേടിയവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നല്ലൊരു കൈ നമുക്ക് അവർ കൊടുക്കാം. സഹിച്ചിരിക്കുന്നു. എന്നാൽ A+ മാത്രമല്ല ജീവിതത്തിന്റെ വിജയം എന്ന് നിങ്ങൾ പല പ്രസംഗത്തിലും കേട്ടിട്ടുണ്ടായിരിക്കും. പല വിജയിച്ചവരും A+ കിട്ടിയവരല്ല. ഇവിടെ ഇരിക്കുന്ന 2 ഡോക്ടർമാരുണ്ട്. അവർ രണ്ടുപേരും ആ കാലത്തെ A+ ആയിരിക്കും എന്നതിൽ തർക്കമില്ല. കാരണം അവർ നല്ല ഡോക്ടർമാരാണ്, അതിനേക്കാൾ നല്ല മനുഷ്യരാണ് എന്നതാണ്. നല്ല വളരെ പ്രഗത്ഭരായ 2 ഡോക്ടർമാരാണ് ഡോക്ടർ ഹാരിസ് KTയും ഡോക്ടർ മുജീബ് റഹ്മാൻ. പക്ഷേ അവർ ഈ സമൂഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ് അവർ ഏറ്റവും പ്രശസ്തര്. ഡോക്ടർ എന്ന നിലയേക്കാൾ അവർ പ്രശസ്തര്. ഇപ്പൊ ഈ പരിപാടിയിൽ വന്നു, സിനിമ എടുക്കുന്നു, കഥ എഴുതുന്നു, കവിത എഴുതുന്നു, അല്ലെങ്കിൽ മറ്റ് ജീവകാരുണ്യ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു. മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരാളുടെ വിജയം. അങ്ങനെയായിരിക്കാം A+ കൊണ്ട് നമുക്ക് അതാണ് കിട്ടേണ്ടത്, അതാണ് നമുക്ക് ലഭിക്കേണ്ടത്. A+ മാത്രമല്ല, ജീവിതത്തിലെ അത്തരം വിജയങ്ങളിലേക്കാണ് നമ്മൾ എപ്പോഴും എത്തേണ്ടത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. റോവാൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ചെറുപ്പത്തില് എല്ലാ ക്ലാസ്സിലും അവരോട് അധ്യാപകൻ ചോദിക്കും, എനിക്ക് എന്താവാൻ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയും, എനിക്ക് സിനിമാ നടനാവണം. ഇത് കേട്ട് മറ്റുള്ള കുട്ടികളൊക്കെ ചിരിക്കും. അതിന് കാരണമുണ്ട്, ഈ റോവാൻ എന്ന കുട്ടിക്ക് സംസാരിക്കാൻ അറിയില്ല.
സംസാരിക്കാൻ കഴിവില്ല, കുറേശ്ശെ ഇങ്ങനെ സംസാരിക്കുള്ളൂ, വിൽക്കും, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചിരിക്കും. ആ കുട്ടി എല്ലാ ക്ലാസ്സിലും ഇത് തന്നെ പറഞ്ഞു. അങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അപ്പോഴും ആ കുട്ടി അത് തന്നെ പറഞ്ഞു. അങ്ങനെ കുറെ സംവിധായകരുടെ അടുത്തും കുറെ നടന്മാരുടെ അടുത്തും ഒക്കെ സിനിമ അഭിനയിക്കാൻ വേണ്ടി ചാൻസിന് വേണ്ടി പോയി. പലരും കളിയാക്കി, പലരും ഒഴിവാക്കി, ചെറിയ ചാൻസുകൾ കൊടുത്തു. ഒരിക്കൽ സ്റ്റേജിൽ ഒരു അവസരം കൊടുത്തപ്പോൾ ഒന്നും സംസാരിക്കാൻ കഴിയാതെ ബോധം കെട്ട് വീണ് അങ്ങനെ നാണം കെട്ട് ഇറങ്ങി പോരേണ്ടി വന്ന ഒരാളാണ് റോവാൻ. ആ റോവാനെ പക്ഷേ പിന്നീട് സിനിമയിൽ വന്നു, എല്ലാം വന്നു. അദ്ദേഹത്തെ നിങ്ങളൊക്കെ അറിയും. അദ്ദേഹത്തെ അറിയുന്നത് അദ്ദേഹം ചെയ്ത ഒരു കഥാപാത്രത്തിന്റെ പേരിലാണ്. അയാളുടെ പേര് മിസ്റ്റർ ബീൻ എന്നാണ്. അതാണ് ആ കഥാപാത്രം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഉണ്ണിയേട്ടനുണ്ട്, ഡോക്ടർ ഹാരിസ് KT ഒക്കെ ഉണ്ട്. ഇത് ഞാൻ ആദ്യം ഈ കഥ മനസ്സിൽ വന്ന് ഞാൻ ഡോക്ടറുമാരൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അപ്പോഴെ തന്നെ ഉണ്ണിയേട്ടനായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിന് മുന്നേ തന്നെ ഉണ്ണിയേട്ടനെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേയുള്ള പരിചയമുണ്ട്. പക്ഷെ ഇതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കാണും, ചായ കുടിക്കുമ്പോൾ ഉണ്ണിയേട്ടൻ ചോദിക്കും, ആ കഥാപാത്രത്തെ പറ്റി ചോദിക്കും, അതെങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ്, അതൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാൾ മനോഹരമായിട്ട് ആ സിനിമയിൽ അദ്ദേഹം അത് അവതരിപ്പിച്ചിട്ടുണ്ട്. മുജീബ് ഡോക്ടർ പറഞ്ഞതുപോലെ ഈ സിനിമയുടെ പ്രിവ്യൂ കാണാൻ സിദ്ദീഖ്, സിബി മലയിൽ പോലുള്ള പ്രഗത്ഭരായ സംവിധായകരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ണിയേട്ടനെ അഭിനന്ദിക്കുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു. വളരെ സന്തോഷകരമായിരുന്നു. ഈ സിനിമ വരുമ്പോൾ വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള, അല്ലെങ്കിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട, ഡോക്ടറും സെക്രട്ടറിയൊക്കെ പറഞ്ഞതുപോലെ എല്ലാവരും കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു സിനിമയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഉടൻ അത് റിലീസാകും. പിന്നെ മറ്റൊരു കാര്യം, ഈ നാട്ടിൽ തന്നെ ഇപ്പോൾ അതിന്റെ തിരക്കഥാകൃത്തും നിർമ്മാതാവും അതുപോലെ ഇതിലെ നടനും, പിന്നെ ഞാൻ തൊട്ടപ്പുറത്താണെങ്കിൽ ഞാനൊക്കെ ഈ നാട്ടിലായി എന്നുള്ളത് ഒരുപക്ഷെ നാട്ടുകാർക്ക് വളരെ അഭിമാനിക്കാൻ എന്ന് എനിക്ക് തോന്നുന്നു. നാട്ടുകാർ ഇങ്ങനെ സ്വീകരണം കൊടുത്തതിൽ വളരെ സന്തോഷം. സ്വന്തം നാട്ടുകാർ കൊടുക്കുന്ന സ്വീകരണമാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. നന്ദി. വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഇവിടുത്തെ സദസ്സുകൾ, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഇവിടെ ഇങ്ങനൊരു അംഗീകാരം മഹൽ സിനിമയ്ക്ക് നൽകിയതിന് അബുദാബി വിഷയം അതേപോലെ തന്നെ കൂട്ടായ്മയ്ക്കും ഒരുപാട് നന്ദിയും കടപ്പാടും നൽകി. അതുപോലെ തന്നെ മഹൽ സിനിമ ഞങ്ങളൊരു ചെറിയൊരു സിനിമയായിട്ടാണ് തുടങ്ങിയത്, ഒരു പരീക്ഷണ സിനിമയാണ്. പിന്നെ അതിങ്ങനെ വളർന്നു. ഇപ്പം നമുക്ക് ഒരുപാട് ശ്രദ്ധേയമായ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് ഞങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അതിലൊരുപാട് നന്ദിയും കടപ്പാടുണ്ട് നാട്ടുകാരോട് പ്രത്യേകിച്ച്. അതുപോലെ തന്നെ സിനിമാ സ്നേഹികളോടും ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട്. സിനിമ വളരെ വൈകാതെ തന്നെ റിലീസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് അപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഉന്നത വിജയം നേടിയ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളും എന്റെ ആശംസകളും അഭ്യർത്ഥനയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ നാട്ടുകാരായ എല്ലാവർക്കും ഉണ്ണിനായരുടെ നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ കടന്ന് വളർന്നവനാവുകൊണ്ട് എന്നെ പറ്റിയിട്ട് കൂടുതൽ ആർക്കും ഒന്നുമില്ല. ഇതായിരിക്കും അബ്ദുൾ, ഞങ്ങൾ അത്ര കളിച്ചത് അബ്ദുള്ള കുട്ടി അമീത്, പിന്നെ സൈതാലി കുട്ടിയൊക്കെ ആ മണിക്ക് വരുമ്പോൾ എന്തായി തന്നെ ഞങ്ങളൊക്കെ സൈതാലി കുട്ടിയൊക്കെ അന്ന് പഠിച്ചത് ആരാണ്. ഞാൻ എപ്പോഴും പോയി പരിശോധിക്കാൻ പോകുന്ന ആളുമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള ഈ കുട്ടികളോടാണ്. കാരണം നന്നായി പഠിക്കണം. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ കുറവ് എനിക്ക് പല ഭാഗത്തും മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ ഡയലോഗ് പറഞ്ഞു തരുന്ന സമയത്ത് വലിയ വിഷമമാണ്. വായിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ ഡയലോഗ് അവർ പറഞ്ഞു തരും, ഞാൻ അതേമാതിരി ചെയ്യലാണ്. പക്ഷെ അത് എല്ലാം സാധ്യമല്ലാത്ത കാര്യമാണ്. എന്തോ ദൈവാധീനം കൊണ്ട് ഞാൻ ചെയ്യാമെന്ന് മാത്രം. കുറച്ച് നാടകങ്ങളൊക്കെ അഭിനയിച്ച് അതിൻ്റെ കൊണ്ടാണ് എനിക്ക് അത് കൂട്ടിയാൻ പറ്റുന്നത്. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞത് ഏറ്റവും ഇതിന് മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ആലീസ് ഡോക്ടറെ പറയാം. കാരണം കഥ എഴുതാമെന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. തല നന്നായിട്ട് വർക്ക് ചെയ്യണം. തലയിൽ എന്തെങ്കിലും വേണം, ചവിട്ടുപ്പായ നടക്കാത്ത കാര്യമാണ്. ആ കഥ എഴുതുന്ന കഥയ്ക്ക് ജീവൻ കൊടുക്കാനേ എന്നെ കൊണ്ടോ വേറൊരു നടനെ കൊണ്ടോ പറ്റും. അത് എഴുതല്ല അയാളുടെ കടമയാണ്. അയാൾ എഴുതന്നെ വേണം. സിനിമയുടെ അച്ഛനാണ് ഈ കഥ എഴുതുന്ന ആളെ. അതിൻ്റെ സംവിധായകൻ അതിൻ്റെ പടത്തിൻ്റെ ജ്യേഷ്ഠനാണ്. ഒരു കുടുംബമാണ് ചുരുക്കം പറഞ്ഞ സിനിമ. ഇതാണ് എനിക്ക് മനസ്സിലായിടത്തോളം സിനിമ. പിന്നെ അഭിനയം എന്ന് പറഞ്ഞാൽ ജീവിത അനുഭവം നന്നായിട്ട് വേണം അഭിനയിക്കണമെങ്കിൽ. പിന്നെ അഭിനയം പഠിക്കാൻ ഞാൻ മുരളി മേനോനാണ് എൻ്റെ അഭിനയത്തിൻ്റെ ഗുരു, എറണാകുളം. അദ്ദേഹമാണ് എനിക്ക് അഭിനയങ്ങളൊക്കെ പഠിപ്പിച്ചത്. കാരണം പല ഭാവങ്ങളാണ്. ഇപ്പം ഈ മഹൽ എന്ന് പറഞ്ഞപ്പോൾ സിനിമ ഒരു ഭാവത്തിൽ അഭിനയിക്കാൻ പറ്റിയത് ഒരേ ആള് പല പോലായി മാറുന്നത്. അതിപ്പോൾ യാത്ര പറയില്ല. ബാക്കിയൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് ജനങ്ങൾ തീരുമാനിച്ച് എങ്ങനെ കണ്ടത്.
ഒരേ ആൾ പല പാവായി മാറണം. പല വിധ അഭിനയങ്ങളും അതിനുള്ളിൽ വരുന്നുണ്ട്. അഭിനയിക്കുമ്പോൾ തന്നെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത് ഇതിന് നല്ല വലിയ വേറമാണ്. ഈ സ്റ്റേജിൽ നിന്ന് ഇതാക്കാൻ. പക്ഷെ അഭിനയത്തിന് അത് വേറെ പരിശീലനമാണ്. അപ്പൊ ഇത് ഈ സ്റ്റേജുമ്പോൾ പറയണമെങ്കിൽ ഒരു വിക്കലൊക്കെ ഉണ്ടാവും. അത് ആർക്കും ഉണ്ടാവും. എനിക്കൊന്നും പരിചയിക്കാത്തതാണല്ലോ. അപ്പൊ അങ്ങനെയാണ് എൻ്റെ കഥ. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാം. മങ്കൂക്കച്ച് കകൂ ചിക്കതെ ചിക്കി 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 ചിക്കതെ എന്നാണ് പുന്നശ്ശേരി നീലകണ്ഠ സമയത്ത് പറഞ്ഞത്. അത് എന്താ ശാസ്ത്ര വിവരമുള്ളൂ അതിൻ്റെ അർത്ഥം, വേറെ ഒന്നുമല്ല. പിന്നെ അതോടൊപ്പം ഈ പരിപാടി സംഘടിപ്പിച്ച് ഉണ്ണിയ വാടോ ഈ പരിപാടിക്ക് വാന്ന് പറഞ്ഞപ്പോ എന്നാ ശരി അമീത് പാണ്ഡ്യൻ സാറെ അറിയില്ല വന്നിട്ടില്ല. അപ്പൊ അത് ഏതായാലും വളരെ നന്നായി. ഇതിന്റെ ജന്മനാട്ടിൽ നിന്ന് തന്നെ ഇത് കിട്ടുന്നത് വളരെയധികം വലിയ ഒരു ബഹുമതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ മഹലി എന്ന ചിത്രത്തിന് ഈ അവാർഡല്ല ഇനിയും അവാർഡ് കിട്ടുന്നതിന്റെ മനസ്സിൽ നന്നായി ആരും വരുന്നുണ്ട്. അവാർഡ് ഉണ്ടാവുന്നു. അങ്ങനെയാണ്. പഴയകാലത്ത് പറയുമ്പോൾ പറയണത് ഒരു നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു രംഗം ചോദിച്ചാൽ ആൾക്കാരെ ഞാൻ പറയില്ല, നമ്മുടെ നാട്ടിലെ കാര്യപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഞാൻ ആ രംഗം ചോദിക്കാൻ കാരണം അന്ന് ഞാൻ ചെറുപ്പമാണ്, നല്ല ടൈമാണ്. ഞാൻ ഉദ്ദേശിച്ച ഒരാളവിടെ ഉണ്ടാവും കാണുന്നിട്ടാണ് പറഞ്ഞ് വേറെ വഴിയില്ലല്ലോ. അപ്പൊ ഏതായാലും ഉണ്ണിയായാലും അതിന് പറ്റില്ല. പോയാലും ഒരു ജാതി സംസാരവും അങ്ങനത്തെ ആൾക്കാരോട് പെരുമാറുന്ന ആളാണ്. അതുകൊണ്ട് വേണ്ട, ഓനൊന്നും വേണ്ട, അവൻ പുറത്ത് പോയിക്കോട്ടെയാണ്. എനിക്ക് തരുന്ന അവസരം വേറൊരാൾക്ക് ഇവർ കൊടുത്തു. ആൾക്കാരെ പറഞ്ഞില്ല, തുറന്ന് അവരോട് പറയും ചെയ്തു. അങ്ങനെ എനിക്കതിനുള്ള യോഗ്യത ഇല്ല, വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി. അപ്പൊ എന്റെ മനസ്സിൽ വിചാരിച്ച് ഇവരെ കൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പറയിപ്പിക്കുന്നു. ഒരു വൈരാഗ്യം വന്നു മനസ്സിൽ. അന്ന് പ്രതിജ്ഞ ചെയ്താണ് ഞാൻ ഒരു നടനാവണം, പേരെടുക്കണം. അത് ദൈവം ഇപ്പോഴേ സാധിച്ചോളൂ. അത് ദൈവത്തിന് വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കിട്ടുന്നു. ഇനിയിപ്പോ കിട്ടിയില്ല ഞങ്ങളുടെ മൂടായിരിക്കുന്നത് പറ്റിയ കാര്യങ്ങളുണ്ട്. ഒരു പേരില്ല, സിനിമ ആണുങ്ങളുണ്ടായ മതി. എന്റെ പേര് മരിച്ചു കഴിഞ്ഞാലാണ് ഒരാളുടെ പേര് വേണ്ടത്. മരിക്കുന്നവരെ ഒരാളുടെ പേര് വേണ്ട. മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചത് എന്തിനാണ്? ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ചമ്മായി കയ്യും കാലമൊക്കെ ഉണ്ടായി കാര്യമുണ്ടോ? അപ്പൊ ജനിക്കണത് ആ പേര് നമുക്ക് മരിച്ചാൽ പാടും. ഇതാണ് ഒരു മനുഷ്യന്റെ ആവശ്യം. അപ്പോഴേ ഒരു മനുഷ്യന് പൂർത്തിയാവുന്നുള്ളൂ. അത് ഞാൻ എൻ്റെ ചെറുപ്പം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ നല്ല വള്ളാവോലിയാണ്. കടലിലേക്ക് ഏറ്റവും നല്ല മീനാണ്. കടലിന്റെ രാജാവ് തന്നെ പറയുന്നത് വള്ളാവോലി. അപ്പൊ ആ മീന് വെറുതെ ഉപ്പിട്ട് കറി വെച്ചാൽ നേരെ വിടാം. ഉപ്പിട്ട് വെറുതെ തിളപ്പിച്ച് ആവോലിയാണ് തിന്നാൻ പറ്റുമോ? അതിന് കരിയപ്പിൻ്റെ അര വേണം, മുളക് വേണം. ഏതെങ്കിലും നാട്ടിലുണ്ടായ മുളകും പുളിയോ കമ്പാരിയോ ഒക്കെ വേണം. അപ്പോഴേ കൂട്ടാൻ നന്നാവും. അതേമാതിരിയാണ് സിനിമ. അതിൽ കൂടുന്ന ചെറിയ ഒരു കഥാപാത്രം കൂടി നന്നാവണം. അപ്പോഴേ സിനിമ നന്നാവും. ഇത്ര മാത്രമേ ഉണ്ണിതായിട്ട് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. അടുത്തതായി ദിയാലക്ഷ്മി വീട്ടി. SLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടി നാടിന് അഭിമാനമായ ഡോക്ടർ ഉപകാരം. അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അഭിരാമ്യൻ. സാറോടെ നോക്കിയേ. നാഫിയ. അടുത്തതായി സുബ്ഹാന ജഹാൻ. അവാർഡ് നൽകുന്നതിന് വേണ്ടി ഇവിടെ പുണ്യനെ ക്ഷണിച്ചു. മുഹമ്മദ് മുഹസിൻ. അവാർഡ് നൽകുന്നതിന് വേണ്ടി അവരുടെ
എ പി സക്രിയാകാൻ മുഹമ്മദ് കൈസ് ടി പി. അവാർഡ് നൽകുന്നതിന് വേണ്ടി അധ്വാക്കാൻ സിഖ്റത്തുൽ ജന്ന ബി പി. അവാർഡ് നൽകുന്നതിന് വേണ്ടി നാസറിയെ ക്ഷണിച്ചു. ഫാത്തിമ റഷിദ പി. ഫാത്തിമ ജുമാന. അവാർഡ് നൽകുന്നതിന് വേണ്ടി മുനവർ പാറമ്പൽ ക്ഷണിച്ചു. ഫാത്തിമ ജുമാന. അവാർഡ് നൽകുന്നത് ഡോക്ടർ ഹാരിസ്. മുഹമ്മദ് നസീഫ് ബി വി. ഫാത്തിമ നിദ. അവാർഡ് നൽകുന്നത് പാറക്കൽ ഷമീമ കെ പി. അടുത്ത് അവാർഡ് നൽകുന്നത് ടി പി അബ്ദുള്ള. നിഹാൽ ടി പി. ഷമീമ. അങ്ങോട്ട് നോക്കിയ ഫ്രണ്ടിൽ നോക്കിയേ. നിഹാൽ. അവാർഡ് നൽകുന്നത് ലത്തീഫ് കുറ്റിപ്പുറം. ലത്തീഫ് ഖാൻ. ദിൽന പി. നമ്മുടെ നാട്ടിലെ പ്രശസ്ത സിനിമാ നടൻ കൂടിയാണ് ലത്തീഫ് ഖാൻ. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിഹാൽ. ദിൽന പി. അവാർഡ് നൽകുന്നത് ഇവിടെ ഏറെ ബഹുമാനപ്പെട്ട മുസാക്ക അബുദാബിയുടെ ഒരു കാരണവർ കൂടിയാണ്. അമൽ കൃഷ്ണ ബി ടി. നോക്കിയേ ഇവിടെ. ഓക്കെ. അമൽ കൃഷ്ണ. അർജുൻ ബി ടി. അമൽ ദേവ്. അവാർഡ് നൽകുന്നത് പി ടി രവിയേട്ടൻ. അനന്തു ടി കെ. അടുത്തത് അനന്തു. അവാർഡ് നൽകുന്നത് അബ്ദുൽ അസീസ്. നവനീത് വീട്ടി. അവാർഡ് നൽകുന്നത് ഹംസക്ക. മികച്ച മുഹമ്മദ് ഷംറാൻ. അവാർഡ് നൽകുന്നത് സമദ് കടൽ. അനുശ്രീയൻ. അനുശ്രീ. മുഹമ്മദ് ജാസിർ കെ ടി. മുഹമ്മദ് ജാസിർ കെ ടി. അവാർഡ് നൽകുന്നത് അരേട്ടൻ നീലവന. അവാർഡ് മുഹമ്മദ് ജാസിർ.
അടുത്ത് മുഹമ്മദ് ഷെഫി. അവാർഡ് നൽകുന്നത് അസീസ്ക പള്ളിയാലി. ഇത് വരും. അടുത്ത് ഫാത്തിമത്ത് ഫായിസ. മുഹമ്മദ് ഷെഫി അലി. ഷെഫി. ഫാത്തിമത്ത് ഫായിസ കെ. അവാർഡ് നൽകുന്നത് ഷറഫിയ കെ. അവാർഡ് നൽകുന്നത് ബാസിത്ത് വക്കര. അഭിജിത്ത് വിട്ടി. അവാർഡ് നൽകുന്നത് അമീർ മുണ്ടക്കാട്ടി. ഫാത്തിമ ബിൻസി. അവാർഡ് നൽകുന്നത് ജബ്ബാർ വിട്ടി. ഫാത്തിമ റിൻഷി. ഫാത്തിമ റിൻഷി. അവാർഡ് നൽകുന്നത് അലി. ഇതിലാരും വിദ്യാർത്ഥികളെ അവാർഡ് കിട്ടാത്തില്ലല്ലോ. നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ സംഘടിപ്പിച്ചു, എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വർഷം ഇതിന് ഭംഗിയായിട്ട് ഞങ്ങൾക്ക് നടത്താൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ ട്ടാ, താങ്ക് യു. ആർക്കാ? ഞങ്ങൾ